ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം നേടാം. ഭൗതികമായ നേട്ടങ്ങൾക്കും പദവികൾക്കുമപ്പുറം ഒരു വ്യക്തിയെ അനശ്വരനാക്കുന്നത് അയാൾ സമൂഹത്തിൽ നിന്നും നേടിയെടുക്കുന്ന ആദരവാണ്. ബഹുമാനം അധികാരം ഉപയോഗിച്ച് പിടിച്ചെടുക്കാവുന്ന ഒന്നല്ല. നമ്മുടെ പെരുമാറ്റത്തിലൂടെയും ചിന്തകളിലൂടെയും ആർജിച്ചെടുക്കേണ്ട ഒന്നാണ്. ഒരു വ്യക്തിയുടെ യഥാർത്ഥ മൂല്യം അളക്കപ്പെടുന്നത് അയാളുടെ അസാന്നിധ്യത്തിൽ മറ്റുള്ളവർ അയാളെക്കുറിച്ച് എന്ത് സംസാരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ആധുനിക ലോകത്ത് സാങ്കേതിക വിദ്യകളും ഭൗതിക സാഹചര്യങ്ങളും മാറിയിട്ടുണ്ടാകാം. എന്നാൽ മനുഷ്യബന്ധങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എക്കാലവും എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറാൻ ചില മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയേ തീരും. അത്തരം 17 മൂല്യങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അന്വേഷണമാണിവിടെ. ഇവ കേവലം ഉപദേശങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോന്ന പ്രായോഗിക പാഠങ്ങളാണ്. മികച്ചൊരു ശ്രോതാവാകുക. ബി എ ഗുഡ് ലിസണർ. മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് മറ്റുള്ളവർ തങ്ങളെ ശ്രദ്ധിക്കണം, തങ്ങൾ പറയുന്നത് കേൾക്കണം എന്നതാണ്. നിർഭാഗ്യവശാൽ ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവർക്കും സംസാരിക്കണം, എന്നാൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ആർക്കും സമയമില്ല. ഒരു നല്ല ശ്രോതാവാകുക എന്നാൽ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ വെറുതെ തലയാട്ടുക എന്നതല്ല. ആക്റ്റീവ് ലിസണിംഗ് വേണം. സംസാരിക്കുന്ന വ്യക്തിയുടെ കണ്ണുകളിലേക്ക് നോക്കുക, അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുക, അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്ക് കയറി തടസ്സപ്പെടുത്താതെ പൂർണ്ണമായി കേൾക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. നമ്മളിൽ പലരും മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവർക്ക് എന്ത് മറുപടി നൽകണം എന്ന് ചിന്തിക്കാനാണ് സമയം ചെലവഴിക്കുന്നത്. ഇത് കേൾക്കലല്ല, മറിച്ച് പ്രതികരിക്കാനുള്ള തയ്യാറെടുപ്പ് മാത്രമാണ്. മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ നിങ്ങൾ അവർക്ക് നൽകുന്നത് വലിയൊരു ആദരവാണ്. നിങ്ങളുടെ വാക്കുകൾക്കും ചിന്തകൾക്കും എന്റെ ജീവിതത്തിൽ മൂല്യമുണ്ട് എന്ന സന്ദേശമാണ് നിങ്ങൾ അതിലൂടെ കൈമാറുന്നത്. ഇത് കേൾക്കുന്ന വ്യക്തിയിൽ വലിയൊരു സന്തോഷവും നിങ്ങളോട് ആഴത്തിലുള്ള ഒരു ബഹുമാനവും ഉണ്ടാക്കും. പല മാനസിക സമ്മർദ്ദങ്ങളിലും ആളുകൾക്ക് ആവശ്യം നല്ലൊരു ഉപദേശമല്ല, മറിച്ച് അവരുടെ സങ്കടങ്ങൾ തുറന്നു പറയാൻ ക്ഷമയോടെ കേട്ടിരിക്കുന്ന ഒരു സുഹൃത്തിനെയാണ്. ഒരു നല്ല ശ്രോതാവാകുന്നതിലൂടെ നിങ്ങളുടെ അറിവും വർദ്ധിക്കുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് വീണ്ടും പറയുന്നത്. എന്നാൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ പുതിയ ചിന്തകളും കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വാക്കിന് വില നൽകുക. കീപ്പിംഗ് യുവർ വേർഡ്. ഒരു മനുഷ്യന്റെ സ്വഭാവ മഹിമയുടെ ഏറ്റവും വലിയ അടയാളം അയാൾ സ്വന്തം വാക്കുകളോട് എത്രത്തോളം വിശ്വസ്തത പുലർത്തുന്നു എന്നതാണ്. വാക്ക് വെറുമൊരു ശബ്ദമല്ല, അത് നിങ്ങളുടെ ആത്മാവിന്റെയും അന്തസ്സിന്റെയും പ്രതിഫലനമാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക് വാഗ്ദാനങ്ങൾ നൽകാറുണ്ട്. ചിലപ്പോൾ ഒരു സൗഹൃദ സംഭാഷണത്തിനിടയിലാകാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചർച്ചയിലാകാം. എന്നാൽ കൊടുത്ത വാഗ്ദാനം പാലിക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും വലിയ വിലയാണ് നമ്മുടെ വ്യക്തിത്വം കൊടുക്കേണ്ടി വരുന്നത്. ഒരു കാര്യം കൃത്യസമയത്ത് ചെയ്തു തീർക്കാം എന്ന് ഒരാൾക്ക് ഉറപ്പു നൽകിയാൽ അത് നിങ്ങളുടെ വിശ്വാസ്യതയുടെ പരീക്ഷണമാണ്. ഇത് പാലിക്കുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ബഹുമാനം ഇരട്ടിക്കുന്നു. വിശ്വാസ്യത എന്നത് വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പടുക്കുകയും ഒരൊറ്റ നിമിഷം കൊണ്ട് തകരുകയും ചെയ്യുന്ന ഒന്നാണ്. അതിൻ്റെ കാതൽ നിങ്ങളുടെ വാക്കുകളിലെ സത്യസന്ധതയാണ്. വാക്കിന് വില നൽകുന്ന ഒരു വ്യക്തിയെ സമൂഹത്തിന് വലിയ വിശ്വാസമായിരിക്കും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും അവർ പറഞ്ഞ വാക്ക് മാറ്റില്ല എന്ന് മറ്റുള്ളവർക്ക് ഉറപ്പുണ്ടായിരിക്കും. ഇത് ബിസിനസ്സിലായാലും കുടുംബ ജീവിതത്തിലായാലും വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സഹായിക്കും. നേരെ മറിച്ച് എപ്പോഴും വാക്കുമാറ്റുന്ന, പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകുന്ന ഒരാളെ ആളുകൾക്ക് ഒരിക്കലും ബഹുമാനിക്കാൻ കഴിയില്ല. അവരുടെ വാക്കുകൾക്ക് സമൂഹം യാതൊരു വിലയും കൽപ്പിക്കുകയില്ല. എങ്ങനെയാണ് വാക്കിന് വില നൽകുന്ന ഒരു സ്വഭാവം വളർത്തിയെടുക്കാൻ സാധിക്കുക? ഇതിന് ആദ്യം വേണ്ടത് വിവേകത്തോടെയുള്ള വാഗ്ദാനങ്ങളാണ്. നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം ഏറ്റെടുക്കരുത്.
നോ പറയേണ്ട സാഹചര്യങ്ങളിൽ മാന്യമായി അത് പറയാൻ ശീലിക്കണം. ഒരു വാക്ക് കൊടുക്കുന്നതിനു മുമ്പ് അത് നിറവേറ്റാൻ എനിക്ക് കഴിയുമോ എന്ന് ആഴത്തിൽ ചിന്തിക്കുക. ഒടുവിൽ ഒരു വാഗ്ദാനം നൽകിക്കഴിഞ്ഞാൽ എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അത് പൂർത്തിയാക്കാൻ പരമാവധി ശ്രമിക്കുക. എല്ലാവരോടും തുല്യമായ മര്യാദ. ട്രീറ്റ് എവരിവൺ വിത്ത് റെസ്പെക്ട്. ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ അയാൾ തനിക്ക് ചുറ്റുമുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയാൽ മതിയാകും. ഉയർന്ന പദവിയിലുള്ളവരോടും പണമുള്ളവരോടും മര്യാദ കാണിക്കാൻ എല്ലാവർക്കും സാധിക്കും. കാരണം അതിനു പിന്നിൽ പലപ്പോഴും സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ നിങ്ങളെക്കാൾ സാമൂഹികമായോ സാമ്പത്തികമായോ പിന്നിൽ നിൽക്കുന്നവരോട് നിങ്ങൾ കാണിക്കുന്ന മാന്യതയാണ് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം. ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവിടുത്തെ സപ്ലയറോട് നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു? ഓഫീസിലെ സെക്യൂരിറ്റി ജീവനക്കാരെയോ ശുചീകരണ തൊഴിലാളികളെയോ കാണുമ്പോൾ നമ്മൾ പുഞ്ചിരിക്കാറുണ്ടോ? വഴിയിൽ കാണുന്ന ഒരു സാധാരണക്കാരനോട് വഴി ചോദിക്കുമ്പോൾ നമ്മുടെ ഭാഷയിൽ മര്യാദയുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലാണ് ഒരുവന്റെ സംസ്കാരം ഒളിഞ്ഞിരിക്കുന്നത്. എല്ലാ മനുഷ്യരിലും ഒരേ ആത്മാവാണെന്ന തിരിച്ചറിവാണ് യഥാർത്ഥ ബഹുമാനത്തിന്റെ ഉറവിടം. മനുഷ്യരെ അവരുടെ പണത്തിന്റെയോ ജാതിയുടെയോ പദവിയുടെയോ വസ്ത്രത്തിന്റെയോ പേരിൽ തരം തിരിച്ചു കാണുന്നത് ബലഹീനമായ വ്യക്തിത്വത്തിന്റെ ലക്ഷണമാണ്. ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും അവർ സമൂഹത്തിന് വലിയൊരു സംഭാവന തന്നെയാണ് നൽകുന്നത്. അവരുടെ അധ്വാനത്തെയും അന്തസ്സിനെയും മാനിക്കാൻ നമുക്ക് കഴിയണം. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എന്ത് ബഹുമാനമാണോ പ്രതീക്ഷിക്കുന്നത് അത് ആദ്യം അവർക്ക് തിരിച്ചു നൽകുക. ബഹുമാനം ഒരു പ്രതിധ്വനിയാണ്. സമൂഹത്തിൽ എല്ലാവർക്കും തുല്യമായ മര്യാദ നൽകുമ്പോൾ നിങ്ങളുടെ ചുറ്റും ഒരു നല്ല ഊർജം, പോസിറ്റീവ് എനർജി രൂപപ്പെടുന്നു. ആളുകൾക്ക് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുടെ അരികിലേക്ക് വരാനും യാതൊരു ഭയവും ഉണ്ടാകില്ല. നിങ്ങളുടെ വിനയമാണ് ഇവിടെ നിങ്ങളുടെ ആയുധം. എത്ര വലിയ നിലയിലെത്തിയാലും തന്റെ ഭൂതകാലം മറക്കാതെ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്ന വ്യക്തികളെ കാലം എക്കാലവും ഓർത്തുവെക്കും. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ മൺമറഞ്ഞു പോയാലും ജനമനസ്സുകളിൽ എപ്പോഴും ജീവിക്കും. അനാവശ്യമായ ഗോസിപ്പുകളിൽ നിന്ന് വിട്ടുനിൽക്കുക. അവോയ്ഡ് ഗോസിപ്സ്. മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും അവരുടെ വീഴ്ചകളെക്കുറിച്ചും അനാവശ്യമായി ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് ഒരു വിനോദമായി മാറിയിരിക്കുകയാണ്. എന്നാൽ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാകാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ഉപേക്ഷിക്കേണ്ടത് ഈ ശീലമാണ്. മറ്റൊരാളുടെ അസാന്നിധ്യത്തിൽ അയാളെക്കുറിച്ച് മോശം പറയുന്നതും ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമയ്ക്കുന്നതും നിങ്ങളുടെ സ്വന്തം മൂല്യമാണ് കളങ്കപ്പെടുത്തുന്നത്. നിങ്ങൾ മറ്റൊരാളെക്കുറിച്ച് എപ്പോഴെങ്കിലും ഗോസിപ്പ് സംസാരിച്ചാൽ കേൾക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഒരു ചിന്തയുണ്ടാകും. ഇയാൾ നാളെ എന്റെ അസാന്നിധ്യത്തിൽ എന്നെക്കുറിച്ചും ഇതുപോലെ മോശം സംസാരിക്കും. ഇത് നിങ്ങളുടെ വിശ്വാസ്യത പൂർണ്ണമായും തകർക്കുന്നു. ആരും നിങ്ങളെ മാനിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യില്ല. ഗോസിപ്പുകൾ വ്യക്തിബന്ധങ്ങൾ തകർക്കുക മാത്രമല്ല, സമൂഹത്തിൽ വലിയ രീതിയിലുള്ള വിദ്വേഷം വളർത്താനും കാരണമാകുന്നു. പലപ്പോഴും സത്യം എന്തെന്ന് അറിയാതെയാണ് നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നത്. ഒരു ഉത്തമ വ്യക്തിത്വം എപ്പോഴും ഒരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നേരിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മാത്രം സംസാരിക്കുന്നു. അതും അവരുടെ നന്മകൾ മാത്രമായിരിക്കും പറയാൻ താല്പര്യപ്പെടുക. ഒരാളിൽ എന്തെങ്കിലും കുറവുകൾ കണ്ടാൽ അത് അവരുടെ മുഖത്തു നോക്കി സ്നേഹത്തോടെ പറഞ്ഞു തിരുത്താനുള്ള ആർജവമാണ് കാണിക്കേണ്ടത്, അല്ലാതെ പുറകിൽ നിന്ന് സംസാരിക്കുകയല്ല വേണ്ടത്. ഗോസിപ്പുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ചില പ്രായോഗിക വഴികളുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും മറ്റൊരാളെക്കുറിച്ച് മോശമായി സംസാരിക്കാൻ തുടങ്ങിയാൽ ഒന്നുകിൽ ആ സംഭാഷണം നല്ലൊരു വിഷയത്തിലേക്ക് തിരിച്ചുവിടുക, അല്ലെങ്കിൽ അവിടെ നിന്നും മാന്യമായി മാറി നിൽക്കുക. നെഗറ്റീവായ കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങളുടെ ചെവികൾ വിട്ടുകൊടുക്കാതിരിക്കുക. വിനയവും ദയയും ശീലമാക്കുക. ഹ്യൂമിലിറ്റി ആൻഡ് കൈൻഡ്നെസ്. ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ എത്ര വലിയ പദവികളിൽ എത്തിയാലും എത്രയേറെ സാമ്പത്തിക അഭിവൃദ്ധി നേടിയാലും വിനയം കൈവിടാതിരിക്കുക എന്നതാണ് ഒരു ഉത്തമ മനുഷ്യന്റെ ലക്ഷണം. വിനയം എന്നാൽ ആത്മവിശ്വാസമില്ലായ്കയല്ല, മറിച്ച് തന്റെ നേട്ടങ്ങളിൽ അഹങ്കരിക്കാതെ മറ്റുള്ളവരെ ബഹുമാനിക്കാനുള്ള വലിയ മനസ്സാണ്.
ശാഖകളിൽ പഴങ്ങൾ നിറയുമ്പോൾ വൃക്ഷം താഴേക്ക് കുനിയുന്നതുപോലെ അറിവും പദവിയും കൂടുമ്പോൾ ഒരു വ്യക്തി കൂടുതൽ വിനയമുള്ളവനായി മാറണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തെറ്റുകൾ സംഭവിക്കാറുണ്ട്. ഒരു തെറ്റ് പറ്റിയാൽ അത് ഈഗോ ഇല്ലാതെ തുറന്നു സമ്മതിക്കാനും ആത്മാർത്ഥമായി ക്ഷമിക്കണം എന്ന് പറയാനും വലിയൊരു മനസ്സ് വേണം. സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുന്നവരെ സമൂഹം ഒരിക്കലും ചെറുതായി കാണില്ല. മറിച്ച് അവരുടെ പക്വതയെ ഓർത്ത് കൂടുതൽ ബഹുമാനിക്കുകയേ ഉള്ളൂ. ദയയും വിനയവുമുള്ള ഒരു വ്യക്തിക്ക് ശത്രുക്കൾ കുറവായിരിക്കും. അങ്ങനെയുള്ളവരുടെ സാന്നിധ്യം പോലും ചുറ്റുമുള്ളവർക്ക് വലിയൊരു ആശ്വാസവും സന്തോഷവും നൽകും. ബിസിനസ് രംഗത്തായാലും ലീഡർഷിപ്പിലായാലും വിനയത്തോടെ പെരുമാറുന്ന നേതാക്കൾക്ക് കീഴിൽ ജോലി ചെയ്യാൻ ആളുകൾ എപ്പോഴും ആഗ്രഹിക്കുന്നു. കഠിനമായ വാക്കുകൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത പലതും ഒരു ചെറു പുഞ്ചിരി കൊണ്ടും വിനയപൂർവമായ പെരുമാറ്റം കൊണ്ടും നേടിയെടുക്കാൻ സാധിക്കും. ജീവിതത്തിൽ വിനയം നിലനിർത്താൻ എപ്പോഴും നമ്മൾ എവിടെ നിന്ന് തുടങ്ങി എന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. ആരും എല്ലാം തികഞ്ഞവരായി ജനിക്കുന്നില്ല. നമുക്ക് ലഭിച്ച വിജയങ്ങളിൽ പലതിലും മറ്റുള്ളവരുടെ കഠിനാധ്വാനവും നമുക്ക് നന്മകൾ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹവുമാണെന്ന തിരിച്ചറിവ് നമ്മെ അഹങ്കാരത്തിൽ നിന്നും രക്ഷിക്കും. എപ്പോഴും മറ്റുള്ളവരോട് സ്നേഹത്തോടെ സംസാരിക്കുക, നന്മ ചെയ്യുക. അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കും. സമയനിഷ്ഠ പാലിക്കുക. ബി പങ്ക്ച്വൽ. സമയം പണത്തേക്കാൾ വിലപിടിപ്പുള്ള ഒന്നാണ്. നഷ്ടപ്പെട്ട പണം നമുക്ക് കഠിനാധ്വാനത്തിലൂടെ തിരിച്ചുപിടിക്കാം. എന്നാൽ കടന്നുപോയ ഒരു നിമിഷം പോലും ഈ ലോകത്തിലെ ഒരു ശക്തിക്കും തിരികെ തരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സമയത്തെ മാനിക്കുക എന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. സമയനിഷ്ഠ പാലിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ സമയത്തെ മാത്രമല്ല മറ്റുള്ളവരുടെ സമയത്തെയും ബഹുമാനിക്കുന്നു എന്ന വലിയ സന്ദേശമാണ് നൽകുന്നത്. ഒരു മീറ്റിങ്ങിനോ അഭിമുഖത്തിനോ അല്ലെങ്കിൽ ഒരു സൗഹൃദ കൂട്ടായ്മയ്ക്കോ കൃത്യസമയത്ത് അല്ലെങ്കിൽ നിശ്ചയിച്ചതിനേക്കാൾ 5 മിനിറ്റ് മുമ്പ് എത്തിച്ചേരുന്നത് വലിയൊരു മാന്യതയാണ്. നേരെ മറിച്ച് എപ്പോഴും വൈകി എത്തുന്നത് ഒരു ശീലമാക്കിയ വ്യക്തികളെ ആളുകൾ ഗൗരവമായി കാണില്ല. അയാൾ എപ്പോഴും വൈകിയേ വരൂ എന്നൊരു ലേബൽ വീണു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിലും അത് വലിയ തിരിച്ചടിയുണ്ടാക്കും. മറ്റുള്ളവരുടെ സമയം നിങ്ങൾ കാരണം നഷ്ടപ്പെടുന്നത് അവരോട് ചെയ്യുന്ന വലിയൊരു അനാദരവാണ്. സമയനിഷ്ഠയുള്ള ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസം കൂടുതലായിരിക്കും. അവസാന നിമിഷത്തെ ഓട്ടവും സമ്മർദ്ദങ്ങളും ഒഴിവാക്കാൻ ഇത് സഹായിക്കും. ഏത് കാര്യവും ആസൂത്രണം ചെയ്യാനും കൃത്യതയോടെ ചെയ്തു തീർക്കാനും അവർക്ക് സാധിക്കും. ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് ഉത്തരവാദിത്തമുള്ള വലിയ പദവികൾ പെട്ടെന്ന് ലഭിക്കും. കാരണം അവരെ വിശ്വസിച്ച് എന്ത് കാര്യവും ഏൽപ്പിക്കാം എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമുണ്ടാകും. സമയനിഷ്ഠ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ദിവസേന ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്നത് നന്നായിരിക്കും. എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ യാത്രാ സമയവും ട്രാഫിക്കും കണക്കിലെടുത്ത് മുൻകൂട്ടി ഇറങ്ങാൻ ശ്രമിക്കുക. അപ്രതീക്ഷിതമായി എന്തെങ്കിലും തടസ്സങ്ങൾ കാരണം വൈകുകയാണെങ്കിൽ അത് കാത്തിരിക്കുന്ന വ്യക്തിയെ മുൻകൂട്ടി വിളിച്ചറിയിക്കാനുള്ള മര്യാദ കാണിക്കുക. ഇതെല്ലാം നിങ്ങളുടെ അന്തസ്സ് വർദ്ധിപ്പിക്കും. ആത്മവിശ്വാസത്തോടെ പെരുമാറുക. കോൺഫിഡൻസ്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെയുള്ള നല്ല ചിന്തയും നിങ്ങളുടെ കഴിവുകളിലുള്ള വിശ്വാസവുമാണ് ആത്മവിശ്വാസം. ഒരു വ്യക്തി എത്രയൊക്കെ അറിവുകളുള്ളവനായാലും ആത്മവിശ്വാസമില്ലെങ്കിൽ അയാളുടെ കഴിവുകൾ സമൂഹത്തിനു മുന്നിൽ പ്രകടിപ്പിക്കാൻ സാധിക്കാതെ വരും. എന്നാൽ മിതമായ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് ഏത് വലിയ സദസ്സിനെയും തന്റെ വശത്താക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ആത്മവിശ്വാസവും അഹങ്കാരവും തമ്മിലുള്ള വ്യത്യാസമാണ്. എനിക്കും ഈ കാര്യം ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നത് ആത്മവിശ്വാസമാണ്. എന്നാൽ എനിക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ, ബാക്കിയുള്ളവരെല്ലാം വിവരമില്ലാത്തവരാണ് എന്ന് ചിന്തിക്കുന്നത് അഹങ്കാരമാണ്. അഹങ്കാരം ആളുകളെ നിങ്ങളിൽ നിന്നും അകറ്റുമ്പോൾ ആത്മവിശ്വാസം ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ബഹുമാനം നേടിത്തരികയും ചെയ്യും. നിങ്ങളുടെ ശരീരഭാഷയിലാണ് ആത്മവിശ്വാസം ആദ്യം പ്രതിഫലിക്കേണ്ടത്. ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുക. ഐ കോണ്ടാക്ട്. നേരെ നിവർന്നു നിൽക്കുക.
വ്യക്തമായ ശബ്ദത്തിൽ സംസാരിക്കുക, ഇവയെല്ലാം ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇത് കേൾക്കുന്നവരിൽ നിങ്ങളുടെ വാക്കുകളോട് വലിയൊരു വിശ്വാസ്യതയുണ്ടാക്കും. ഒരു ലീഡർ എപ്പോഴും ആത്മവിശ്വാസത്തോടെ വേണം തന്റെ അനുയായികളെ നയിക്കാൻ. പരാജയങ്ങളെ ഭയപ്പെടാതിരിക്കുക എന്നതാണ് ആത്മവിശ്വാസം വളർത്താനുള്ള പ്രധാന വഴി. തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അതിൽ തളർന്നു പോകാതെ വീണ്ടും ശ്രമിക്കാനുള്ള ആർജവം കാണിക്കുക. നിങ്ങളുടെ പോസിറ്റീവായ വശങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുക. പുതിയ അറിവുകൾ നേടുന്നതും നിങ്ങളുടെ മേഖലയിൽ കൂടുതൽ വൈദഗ്ധ്യം ആർജിക്കുന്നതും ആത്മവിശ്വാസം സ്വയമേവ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുമ്പോൾ മാത്രമേ ഈ ലോകം നിങ്ങളെ വിശ്വസിക്കൂ എന്ന് ഓർക്കുക. വൈകാരിക നിയന്ത്രണം, ഇമോഷണൽ ഇന്റലിജൻസ്. ബുദ്ധിവൈഭവത്തെക്കാൾ, അതായത് ഐക്യുവിനേക്കാൾ ഇന്ന് ലോകം പ്രാധാന്യം നൽകുന്നത് വൈകാരിക പക്വതയ്ക്കാണ്, ഇക്യുവിന്. സ്വന്തം വികാരങ്ങളെ മനസ്സിലാക്കാനും അവയെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കാനും അതുപോലെ മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാനുമുള്ള കഴിവിനെയാണ് വൈകാരിക നിയന്ത്രണം എന്ന് പറയുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധികളും ദേഷ്യം വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ സമയങ്ങളിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് നമ്മുടെ വ്യക്തിത്വത്തിന്റെ തനിമ ഒളിഞ്ഞിരിക്കുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യപ്പെടുക, മറ്റുള്ളവരോട് കയർത്തു സംസാരിക്കുക, നിയന്ത്രണം വിട്ട് പെരുമാറുക എന്നിവ നിങ്ങളുടെ അന്തസ്സിന് വലിയ കോട്ടമുണ്ടാക്കും. ദേഷ്യത്തിൽ പറയുന്ന ഒരു വാക്ക് മതിയാകും വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത നല്ല പേര് ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നടിയാൻ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ശാന്തതയോടെ ഇരിക്കാനും പക്വതയോടെ തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുന്ന വ്യക്തികളെ സമൂഹം വലിയ ആദരവോടെയാണ് നോക്കിക്കാണുന്നത്. വൈകാരിക പക്വതയുള്ള ഒരു വ്യക്തി ഒരിക്കലും സാഹചര്യങ്ങളുടെ ഇരയാകില്ല. അവർ കാര്യങ്ങളെ വൈകാരികമായി കാണുന്നതിന് പകരം യുക്തിസഹമായി വിശകലനം ചെയ്യുന്നു. ആരെങ്കിലും വിമർശിച്ചാൽ പെട്ടെന്ന് സങ്കടപ്പെടുകയോ തിരിച്ച് ആക്രമിക്കുകയോ ചെയ്യാതെ ആ വിമർശനത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അവർ സ്വയം വിലയിരുത്തുന്നു. മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനുള്ള കഴിവും ഇവർക്ക് കൂടുതലായിരിക്കും. എംപതി. എങ്ങനെയാണ് വൈകാരിക നിയന്ത്രണം കൈവരിക്കാൻ സാധിക്കുക? ഇതിന് ഏറ്റവും പ്രധാനം പ്രതികരണത്തിനു മുമ്പുള്ള ചെറിയൊരു ഇടവേള അഥവാ പോസ് ആണ്. നിങ്ങൾക്ക് കഠിനമായ ദേഷ്യമോ വിഷമമോ തോന്നുമ്പോൾ പെട്ടെന്ന് മറുപടി നൽകാതെ കുറച്ചു സമയം മൗനം പാലിക്കുക. ദീർഘമായി ശ്വാസമെടുക്കുക. ആ അവസ്ഥയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റായിരിക്കും എന്ന് മനസ്സിലാക്കുക. ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ ഏറെ സഹായിക്കും. വൈകാരിക നിയന്ത്രണമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഉത്തമനായ ഒരു ഭരണാധികാരിയോ കുടുംബനാഥനോ ഒക്കെ ആകാൻ സാധിക്കൂ. സ്വന്തം തെറ്റുകളിൽ നിന്ന് പഠിക്കുക. ലേൺ ഫ്രം മിസ്റ്റേക്സ്. മനുഷ്യനായി ജനിച്ച ഏതൊരാൾക്കും ജീവിതത്തിൽ പലതരത്തിലുള്ള വീഴ്ചകളും പരാജയങ്ങളും ഉണ്ടാകാം. എന്നാൽ ഒരു സാധാരണ മനുഷ്യനും അസാധാരണമായ വ്യക്തിത്വമുള്ള ഒരാളും തമ്മിലുള്ള വ്യത്യാസം അവർ ഈ തെറ്റുകളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ്. തെറ്റ് ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കാനും കുറ്റങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനും ശ്രമിക്കുന്നത് ബലഹീനമായ മനസ്സിന്റെ ലക്ഷണമാണ്. തനിക്ക് തെറ്റുപറ്റി എന്ന് തിരിച്ചറിയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ഏറ്റെടുക്കാൻ വലിയൊരു ധൈര്യം ആവശ്യമാണ്. ഇത്തരത്തിലുള്ള ആർജവം കാണിക്കുന്ന വ്യക്തികളെ സമൂഹം വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നത്. എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം എന്ന് പറയാൻ ശീലിക്കുന്നത് നിങ്ങളുടെ ഈഗോയെ തകർക്കുകയും നിങ്ങളെ കൂടുതൽ പക്വതയുള്ളവനാക്കുകയും ചെയ്യും. തെറ്റുകൾ കേവലം ഒരു പരാജയമല്ല, മറിച്ച് ജീവിതത്തിലെ വലിയൊരു പാഠപുസ്തകമാണ്. തെറ്റുകൾ വരുത്തുന്നത് അപരാധമല്ല, എന്നാൽ ആ തെറ്റുകളിൽ നിന്ന് ഒന്നും പഠിക്കാതിരിക്കുകയും അവ വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്നത് വലിയൊരു പരാജയമാണ്. നമ്മുടെ പരാജയങ്ങൾ പലപ്പോഴും നമുക്ക് സ്വയം വിലയിരുത്താനുള്ള മികച്ച അവസരങ്ങളാണ് നൽകുന്നത്. എന്തുകൊണ്ടാണ് ആ തെറ്റ് സംഭവിച്ചത്? എവിടെയാണ് എനിക്ക് പിഴച്ചത്? ഇത്തരം ചോദ്യങ്ങൾ സ്വയം ചോദിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ കഴിവുകേടുകളെ മറികടക്കാൻ സാധിക്കും. ചരിത്രത്തിൽ വിജയിച്ച പ്രശസ്തരായ വ്യക്തികളെല്ലാം തന്നെ തങ്ങളുടെ ആദ്യകാല തെറ്റുകളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് സ്വയം തിരുത്തിയവരാണ്.
പരാജയങ്ങളുടെ പേരിൽ സ്വയം പഴിക്കുകയോ വിഷാദത്തിലാകുകയോ ചെയ്യാതെ അവയെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി മാറ്റുക. നിങ്ങളുടെ ഈ മനോഭാവം മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ആദരവ് വർദ്ധിപ്പിക്കും. ശരീരഭാഷയും വസ്ത്രധാരണവും, ബോഡി ലാംഗ്വേജ് ആൻഡ് അറ്റയർ. നിങ്ങൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ ആദ്യത്തെ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവരെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു ധാരണ രൂപപ്പെടാറുണ്ട്. ഇതിനെയാണ് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് വിളിക്കുന്നത്. ഈ ധാരണ രൂപീകരിക്കുന്നതിൽ നിങ്ങളുടെ ശരീരഭാഷയ്ക്കും വസ്ത്രധാരണത്തിനും വളരെ വലിയ പങ്കുണ്ട്. നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നതിനു മുമ്പ് തന്നെ നിങ്ങളുടെ വസ്ത്രങ്ങളും ശരീരത്തിന്റെ ചലനങ്ങളും മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാകും. വസ്ത്രധാരണം എന്നാൽ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുക എന്നതല്ല. സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായതും വൃത്തിയുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കുക എന്നതാണ് പ്രധാനം. നല്ല രീതിയിലുള്ള വസ്ത്രധാരണം മറ്റുള്ളവരിൽ മികച്ച ധാരണ ഉണ്ടാക്കുക മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം ആത്മവിശ്വാസം ഇരട്ടിയാക്കാനും സഹായിക്കും. വസ്ത്രധാരണത്തോളം തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ശരീരഭാഷയും. ഒരാളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും നിവർന്നു നിൽക്കാനും നേരെ നോക്കി കണ്ണിൽ നോക്കി സംസാരിക്കാനും ശ്രദ്ധിക്കുക. തോളുകൾ കൂമ്പി നിൽക്കുന്നത് ആത്മവിശ്വാസമില്ലായ്മയുടെ ലക്ഷണമാണ്. സംസാരിക്കുമ്പോൾ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി സൂക്ഷിക്കുന്നത് നല്ലൊരു സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കും. ഹസ്തദാനം ചെയ്യുമ്പോൾ മിതമായ ദൃഢതയോടെ ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരാൾ നമ്മോട് സംസാരിക്കുമ്പോൾ കൈകൾ നെഞ്ചിനു കുറുകെ കെട്ടി നിൽക്കുന്നത് നമ്മൾ പ്രതിരോധാവസ്ഥയിലാണ്, അല്ലെങ്കിൽ പുതിയ ആശയങ്ങളെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന സന്ദേശമാണ് നൽകുന്നത്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പ്രകടിപ്പിക്കുക. ശരിയായ ശരീരഭാഷയും മികച്ച വസ്ത്രധാരണവും ശീലമാക്കുന്നതിലൂടെ നിങ്ങൾക്ക് എവിടെയും ആകർഷകവും ബഹുമാന്യവുമായ ഒരു വ്യക്തിത്വമായി തിളങ്ങാൻ സാധിക്കും. അറിവ് വർദ്ധിപ്പിക്കുക. കണ്ടിന്യൂസ് ലേണിംഗ്. കാലം മാറുമ്പോൾ ഭൗതികമായ എല്ലാ സമ്പത്തുകളും നശിച്ചു പോയേക്കാം. എന്നാൽ നാം നേടിയെടുത്ത ജ്ഞാനം എക്കാലവും നമ്മോടൊപ്പം ഉണ്ടാകും. ഒരു വ്യക്തിയുടെ സംസാരിക്കുന്ന രീതിയും തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള കൃത്യതയും നിർണയിക്കുന്നത് അയാളുടെ അറിവിന്റെ ആഴമാണ്. അതുകൊണ്ട് തന്നെ പുതിയ അറിവുകൾ നേടാനുള്ള ക്ഷമയും താല്പര്യവുമുള്ള വ്യക്തികളെ ലോകം എക്കാലവും ആദരവോടെ മാത്രമേ നോക്കൂ. പഠനം സ്കൂളിലോ കോളേജിലോ അവസാനിക്കുന്ന ഒന്നല്ല, അത് മരണം വരെ തുടരുന്ന ഒരു പ്രക്രിയയാണ്. നിങ്ങളുടെ മേഖലയിലെ ഏറ്റവും പുതിയ അറിവുകളും ട്രെൻഡുകളും നിരന്തരം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളെ തൊഴിൽ മേഖലയിൽ മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിൽ നിർത്തും. വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് സാമാന്യമായ അറിവുകൾ ഉണ്ടാക്കുന്നത് ഏതു കൂട്ടായ്മയിലും സജീവമായി പങ്കെടുക്കാനും മികച്ച അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും നിങ്ങളെ സഹായിക്കും. പുസ്തകങ്ങൾ മികച്ച ചിന്തകരിലേക്കും അവരുടെ ജീവിതാനുഭവങ്ങളിലേക്കും ഉള്ള ജനലുകളാണ് തുറന്നു നൽകുന്നത്. ചരിത്രം, ശാസ്ത്രം, തത്വചിന്ത, വ്യക്തിത്വ വികസനം തുടങ്ങിയ വിവിധ മേഖലകളിലെ പുസ്തകങ്ങൾ വായിക്കാനോ പോഡ്കാസ്റ്റുകൾ കേൾക്കാനോ ദിവസവും കുറച്ചു സമയം മാറ്റിവെക്കുക. ഇതോടൊപ്പം അർത്ഥവത്തായ ചർച്ചകളിൽ പങ്കാളികളാവുകയും പുതിയ കാര്യങ്ങൾ ചോദിച്ചറിയാൻ മടി കാണിക്കാതിരിക്കുകയും ചെയ്യുക. എല്ലാം എനിക്കറിയാം എന്ന ഭാവം അറിവ് നേടുന്നതിന് വലിയൊരു തടസ്സമാണ്. എപ്പോഴും ഒരു വിദ്യാർത്ഥിയുടെ മനസ്സോടെ പുതിയ കാര്യങ്ങളെ സമീപിക്കുക. ജ്ഞാനമുള്ളവർ സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകളിൽ അഹങ്കാരം ഉണ്ടാകില്ല, മറിച്ച് ശാന്തതയും വ്യക്തതയും മാത്രമായിരിക്കും ഉണ്ടാവുക. അത്തരം വ്യക്തിത്വങ്ങൾക്ക് മുന്നിൽ മറ്റുള്ളവർ സ്വയമേവ തലകുനിക്കും. സ്വയം ബഹുമാനിക്കുക. സെൽഫ് റെസ്പെക്ട്. മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിൻ്റെ ആദ്യത്തെ പടി നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുക എന്നതാണ്. സ്വയം ബഹുമാനിക്കാൻ അറിയാത്ത ഒരാൾക്ക് മറ്റുള്ളവരുടെ മനസ്സിൽ യഥാർത്ഥ ബഹുമാനം നേടിയെടുക്കാൻ ഒരിക്കലും കഴിയില്ല. നിങ്ങളുടെ കഴിവുകളെയും പരിമിതികളെയും ഒരുപോലെ അംഗീകരിക്കുകയും നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നതിനെയാണ് സ്വയം ബഹുമാനം എന്ന് വിളിക്കുന്നത്. സ്വയം ബഹുമാനമുള്ള ഒരു വ്യക്തി ഒരിക്കലും തൻ്റെ അഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് ഒന്നിനും മുതിരുകയില്ല. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം സ്വന്തം മൂല്യങ്ങളിലും തത്വങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. ആളുകൾ നിങ്ങളെ ചൂഷണം ചെയ്യാനോ വില കുറച്ചു കാണാനോ ശ്രമിക്കുമ്പോൾ വ്യക്തമായ അതിരുകൾ നിശ്ചയിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. സഹിഷ്ണുത കാണിക്കുന്നത് നല്ലതാണ്,
എന്നാൽ അത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലാകുമ്പോൾ പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളെക്കുറിച്ച് എപ്പോഴും നല്ല രീതിയിൽ മാത്രം സംസാരിക്കുക. എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാനൊരു പരാജയമാണ് തുടങ്ങിയ നെഗറ്റീവ് ചിന്തകൾ സ്വയം ഒഴിവാക്കുക. നിങ്ങളുടെ ചെറിയ വിജയങ്ങളെപ്പോലും അഭിനന്ദിക്കുക. ആരോഗ്യകരമായ ഭക്ഷണരീതി, ശാരീരിക വ്യായാമം എന്നിവയിലൂടെ നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതും സ്വയം ബഹുമാനത്തിന്റെ ഭാഗമാണ്. നിങ്ങളുടെ മൂല്യം എന്തെന്ന് മറ്റാരും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല. അത് നിങ്ങൾ തന്നെയാണ് നിശ്ചയിക്കേണ്ടത്. സ്വയം ബഹുമാനമുള്ള വ്യക്തിക്ക് മറ്റുള്ളവരെയും അതേ രീതിയിൽ ബഹുമാനിക്കാൻ സാധിക്കും. അവർ ആരുടെയും മുന്നിൽ പാദസേവ ചെയ്യാനോ വണങ്ങി നിൽക്കാനോ ഇഷ്ടപ്പെടില്ല. അതുപോലെ മറ്റുള്ളവർ തന്റെ മുന്നിൽ അങ്ങനെ നിൽക്കാനും ആഗ്രഹിക്കുകയില്ല. തുല്യതയിലും പരസ്പര ബഹുമാനത്തിലുമാണ് അവർ വിശ്വസിക്കുന്നത്. ഈ ഒരു സ്വഭാവവിശേഷം നിങ്ങളെ സമൂഹത്തിൽ വളരെ വ്യത്യസ്തനും ആദരണീയനുമായ ഒരു വ്യക്തിയാക്കി മാറ്റും. നോ പറയാൻ പഠിക്കുക. ലേൺ ടു സേ നോ. എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരിക്കുക. പീപ്പിൾ പ്ലീസിംഗ് എന്നത് പലർക്കുമുള്ള ഒരു ബലഹീനതയാണ്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന ഭയം കാരണം നമുക്ക് ചെയ്യാൻ കഴിയാത്തതോ നമ്മുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായതോ ആയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ശരി എന്ന് പറയാറുണ്ട്. എന്നാൽ എല്ലാ കാര്യത്തിനും യെസ് പറയുന്ന വ്യക്തിയെ സമൂഹം പലപ്പോഴും ബലഹീനനായിട്ടാണ് കാണുന്നത്. അവരുടെ സമയത്തിനോ വാക്കുകൾക്കോ പിന്നീട് ആരും വലിയ വില കൽപ്പിക്കാറില്ല. ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ മാന്യമായി നോ പറയാൻ പഠിക്കുക. അത് നിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെയും വ്യക്തതയുടെയും അടയാളമാണ്. നിങ്ങളുടെ പരിമിതികൾ, സമയം, പ്രയോറിറ്റീസ് എന്നിവ മനസ്സിലാക്കി വേണം മറ്റൊരാളുടെ ആവശ്യത്തോട് പ്രതികരിക്കാൻ. ദേഷ്യത്തോടെയോ അഹങ്കാരത്തോടെയോ അല്ല നോ പറയേണ്ടത്. മറിച്ച് നിങ്ങളുടെ സാഹചര്യം വ്യക്തമാക്കിക്കൊണ്ട് വളരെ മാന്യമായി വേണം വിസമ്മതം പ്രകടിപ്പിക്കാൻ. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യത്തോട് നോ എന്ന് പറയുന്നത് നിങ്ങളെ ഒരു മോശം മനുഷ്യനാക്കുന്നില്ല. മറിച്ച് നിങ്ങളുടെ സ്വന്തം ജീവിതത്തോടും സമയത്തോടും നിങ്ങൾ കാണിക്കുന്ന നീതിയാണത്. വ്യക്തമായ അതിരുകളുള്ള വ്യക്തികളെ ആളുകൾ കൂടുതൽ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. അയാളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ അയാൾ ഏറ്റെടുക്കൂ, അല്ലാത്തവയോട് അയാൾ വിസമ്മതിക്കും എന്നൊരു ധാരണ മറ്റുള്ളവരിൽ ഉണ്ടാകുന്നത് നിങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും. ഇത് നിങ്ങളുടെ ജോലിസ്ഥലത്തായാലും കുടുംബത്തിലായാലും അനാവശ്യമായ സമ്മർദ്ദങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും. നോ പറയാൻ പഠിക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ സമയം ലഭിക്കുന്നു. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സ്വന്തം ജീവിതം ജീവിക്കാതിരിക്കുക. നിങ്ങളുടെ മൂല്യങ്ങളെ ബഹുമാനിക്കുന്നവർ നിങ്ങളുടെ തീരുമാനങ്ങളെയും തീർച്ചയായും ബഹുമാനിക്കും. മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കുക. റെസ്പെക്ട് പ്രൈവസി. ആധുനിക മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് സ്വകാര്യതയുടെ ലംഘനം. മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുക, അവരുടെ ജീവിത രഹസ്യങ്ങൾ അറിയാൻ താല്പര്യം കാണിക്കുക എന്നത് പലരുടെയും മോശം ശീലമാണ്. എന്നാൽ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാകാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും മറ്റുള്ളവരുടെ സ്വകാര്യതയെ പൂർണ്ണമായും മാനിക്കേണ്ടതുണ്ട്. അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആണെങ്കിൽ പോലും അവരുടെ അനുവാദമില്ലാതെ അവരുടെ ഫോണുകൾ, മെസ്സേജുകൾ, ഡയറി, പേഴ്സണൽ ഫയലുകൾ എന്നിവ പരിശോധിക്കുന്നത് വലിയൊരു അനാദരവാണ്. അതുപോലെ തന്നെ ഒരാളുടെ ശമ്പളം, കുടുംബ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ തീരുമാനങ്ങൾ എന്നിവയെക്കുറിച്ച് അവർ സ്വയം പറയാത്ത പക്ഷം അനാവശ്യമായി ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നതും നല്ലതല്ല. മറ്റൊരാളുടെ വ്യക്തിപരമായ അതിരുകളിലേക്ക് കടന്നു കയറാതിരിക്കുക എന്നത് നിങ്ങൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമാനമാണ്. ഓഫീസുകളിലും തൊഴിൽ മേഖലകളിലും സഹപ്രവർത്തകരുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരാൾ തൻ്റെ ഒരു രഹസ്യം നിങ്ങളോട് വിശ്വസിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളോടും പറയാതെ കാത്തു സൂക്ഷിക്കുക. വിശ്വസ്തതയാണ് ഇവിടെ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ മൂല്യം നിർണയിക്കുന്നത്. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയാത്ത ഒരാളെ ആരും ബഹുമാനിക്കുകയോ വിശ്വസിക്കുകയോ ഇല്ല. മറ്റുള്ളവർക്ക് അവരുടേതായ ഒരു വ്യക്തിപരമായ ഇടം, പേഴ്സണൽ സ്പേസ് നൽകുക. ആളുകളുടെ സ്വാതന്ത്ര്യത്തെയും തീരുമാനങ്ങളെയും മാനിക്കുക. ഈ ഒരു മാന്യത പുലർത്തുന്ന വ്യക്തികളുടെ സാന്നിധ്യം മറ്റുള്ളവർ എപ്പോഴും ആഗ്രഹിക്കും.
കാരണം അവരുടെ അരികിൽ തങ്ങൾ സുരക്ഷിതരാണ് എന്ന ബോധ്യം മറ്റുള്ളവർക്കുണ്ടാകും. കോപനിയന്ത്രണം, ആങ്കർ മാനേജ്മെന്റ്. മനുഷ്യ സഹജമായ വികാരങ്ങളിൽ ഒന്നാണ് ദേഷ്യം. എന്നാൽ അത് നിയന്ത്രണം വിട്ടുപോകുമ്പോൾ ഒരു വ്യക്തി വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത നല്ല പേരും ബന്ധങ്ങളും ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നു പോയേക്കാം. ദേഷ്യം വരുമ്പോൾ വിവേകം നഷ്ടപ്പെടുകയും നാം പറയുന്ന വാക്കുകളോ പ്രവൃത്തികളോ മറ്റുള്ളവരെ ആഴത്തിൽ മുറിപ്പെടുത്തുകയോ ചെയ്യും. അതുകൊണ്ട് തന്നെ കോപത്തെ നിയന്ത്രിക്കാൻ കഴിയുക എന്നത് ശക്തമായ ഒരു വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. കോപം വരുമ്പോൾ ഉടനടി പ്രതികരിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. 1 മുതൽ 10 വരെ എണ്ണുകയോ അല്ലെങ്കിൽ ആ സ്ഥലത്തു നിന്നും മാറി കുറച്ചു സമയം ശാന്തമായി നിന്ന് ശ്വാസമെടുക്കുകയോ ചെയ്യുക. ക്ഷണികമായ കോപത്തിന് അടിമപ്പെട്ട് ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കരുത് എന്ന് വലിയ ചിന്തകർ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾ പിന്നീട് തിരുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. കോപം ആസിഡ് പോലെയാണ്. അത് ഒഴിക്കപ്പെടുന്ന പാത്രത്തേക്കാൾ കൂടുതൽ അത് സംഭരിച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിന്, അതായത് നമ്മുടെ മനസ്സിന് കേടുപാടുകൾ വരുത്തുന്നു. നിങ്ങളെ പ്രകോപിപ്പിക്കാൻ മറ്റുള്ളവർ ശ്രമിക്കുമ്പോൾ പോലും ശാന്തത കൈവിടാതിരിക്കുക. നിങ്ങളുടെ ശാന്തതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും ഈഗോകളിൽ നിന്നും മാറി നിൽക്കുന്നത് വഴി നിങ്ങളുടെ മാനസികോർജം സംരക്ഷിക്കാൻ സാധിക്കും. ശാന്തമായി കാര്യങ്ങളെ സമീപിക്കുന്ന വ്യക്തികളെ സമൂഹം കൂടുതൽ ആദരവോടെയും ഗൗരവത്തോടെയും കാണും. ക്ഷമശീലമാക്കുക എന്നതാണ് കോപത്തെ ജയിക്കാനുള്ള വഴി. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന തെറ്റുകളെ സഹിഷ്ണുതയോടെ കാണാൻ ശ്രമിക്കുക. പ്രതികരിക്കേണ്ട കാര്യങ്ങളിൽ പോലും ദേഷ്യത്തോടെയല്ല, മറിച്ച് ദൃഢതയോടും വ്യക്തതയോടും കൂടി വേണം സംസാരിക്കാൻ. ഇത് നിങ്ങളെ ഒരു മികച്ച ലീഡറാക്കി മാറ്റും. മാറ്റങ്ങളെ ഉൾക്കൊള്ളുക, അഡാപ്റ്റബിലിറ്റി. കാലത്തിനനുസരിച്ച് ജീവിത സാഹചര്യങ്ങളും സാങ്കേതിക വിദ്യകളും ചിന്താഗതികളും മാറിക്കൊണ്ടേയിരിക്കും. പഴയ ചിന്തകളിൽ മാത്രം മുറുകെ പിടിച്ച് മാറ്റങ്ങളെ എതിർക്കുന്ന വ്യക്തികൾ കാലഹരണപ്പെട്ടു പോകും. പുതിയ മാറ്റങ്ങളെ പോസിറ്റീവായി ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് സ്വയം മാറാനും കഴിയുന്നതാണ് പക്വതയുള്ള വ്യക്തിത്വത്തിന്റെ ലക്ഷണം. തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന പുതിയ സാങ്കേതിക വിദ്യകൾ പഠിച്ചെടുക്കാൻ മടി കാണിക്കരുത്. പുതിയ തലമുറയുടെ ചിന്തകളെയും ആശയങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് ലോകവും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് വാശി പിടിക്കുന്നത് നിങ്ങളുടെ വളർച്ചയെ തടയും. വഴക്കമുള്ള ഒരു മനസ്സ്, ഫ്ലെക്സിബിൾ മൈൻഡ് ഉള്ളവർക്ക് ഏത് പുതിയ സാഹചര്യത്തിലും പെട്ടെന്ന് പൊരുത്തപ്പെടാൻ സാധിക്കും. ഏറ്റവും ശക്തരായവരോ ഏറ്റവും ബുദ്ധിയുള്ളവരോ അല്ല അതിജീവിക്കുന്നത്, മറിച്ച് മാറ്റങ്ങളോട് ഏറ്റവും വേഗത്തിൽ പൊരുത്തപ്പെടുന്നവരാണ്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പ്രതിസന്ധികളെയും മാറ്റങ്ങളെയും ഒരു വെല്ലുവിളിയായി സ്വീകരിക്കുക. ഒരു വഴി അടയുമ്പോൾ പുതിയൊരു വഴി കണ്ടെത്താനുള്ള മാനസികാവസ്ഥ വളർത്തിയെടുക്കണം. പുതിയ മനുഷ്യരെ പരിചയപ്പെടാനും വ്യത്യസ്തമായ സംസ്കാരങ്ങളെ മനസ്സിലാക്കാനും ശ്രമിക്കുന്നത് നിങ്ങളുടെ ചിന്താഗതിയെ കൂടുതൽ വിശാലമാക്കും. മാറ്റങ്ങളെ ഭയപ്പെടാതെ അവയെ സ്വാഗതം ചെയ്യുക. ഓരോ മാറ്റവും പുതിയൊരു അവസരമാണ് നൽകുന്നത്. കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന വ്യക്തികളെ സമൂഹം എപ്പോഴും ആദരവോടെയും താല്പര്യത്തോടെയും മാത്രമേ വീക്ഷിക്കുകയുള്ളൂ. അവർക്ക് എക്കാലത്തും പ്രസക്തിയുണ്ടായിരിക്കും. കൃതജ്ഞതയുള്ളവരായിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ്. ജീവിതത്തിൽ നമുക്ക് ലഭിച്ച നല്ല കാര്യങ്ങളെ ഓർത്ത് ദൈവത്തോടും പ്രകൃതിയോടും സഹജീവികളോടും നന്ദിയുള്ളവരായിരിക്കുക. നമ്മൾ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ അറിഞ്ഞോ അറിയാതെയോ അനേകം മനുഷ്യരുടെ സഹായവും ആശംസകളും ഉണ്ടായിട്ടുണ്ട്. അത് ഒരിക്കലും മറക്കാതിരിക്കുക. ലഭിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചോർത്ത് എപ്പോഴും പരാതി പറയുന്ന ശീലം ഒഴിവാക്കുക. ഉള്ള കാര്യങ്ങളെ പോസിറ്റീവായി കാണാനും അതിൽ സന്തോഷം കണ്ടെത്താനും ശീലിക്കുക. നന്ദിയുള്ള ഒരു മനസ്സ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരും. മറ്റുള്ളവർ ചെയ്യുന്ന ചെറിയ നന്മകൾക്ക് പോലും ഹൃദയം തുറന്ന് നന്ദി പറയാൻ മടിക്കരുത്. അഹങ്കാരം ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് കൃതജ്ഞത. ഞാൻ എന്ന ഭാവം മാറി നമ്മൾ എന്ന ഭാവത്തിലേക്ക് ഉയരാൻ ഇത് നിങ്ങളെ സഹായിക്കും. നിങ്ങളെ സഹായിച്ചവരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തിരികെ സഹായിക്കാൻ മറക്കരുത്. ഈ ഒരു നന്ദിയുള്ള മനോഭാവം നിങ്ങളെ ഒരു ഉത്തമ മനുഷ്യനാക്കി മാറ്റും.
ജീവിതത്തോടും ഈ പ്രകൃതിയോടും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. ഈ ഒരു ഗുണം നിങ്ങളുടെ വ്യക്തിത്വത്തെ പൂർണ്ണതയിൽ എത്തിക്കും. ആളുകൾ നിങ്ങളെ വെറുമൊരു വിജയിയായിട്ടല്ല, മറിച്ച് എല്ലാവർക്കും മാതൃകയായ വലിയൊരു മനുഷ്യനായിട്ടായിരിക്കും ഓർക്കുക. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത മൂല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം ഒരു പുതിയ ഭാവത്തിലേക്ക് മാറുന്നു. ഈ മൂല്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതയാത്രയിൽ എപ്പോഴും ഒരു വഴികാട്ടിയായിരിക്കട്ടെ. ഓരോ ദിവസവും ഇതിലെ ഓരോ പ്രമാണങ്ങൾ വീതം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. മാറ്റങ്ങൾ പതുക്കെയാണെങ്കിലും ശാശ്വതമായിരിക്കും. നിങ്ങൾ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന ഒരു ഉത്തമ വ്യക്തിത്വമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.